ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റോസ്മേരി വാട്ടറാണ്. ഇത് മുടി കൊഴിച്ചിലിനും പുതിയ മുടി വളരാനും ഒക്കെ വളരെ നല്ലൊരു പ്രോഡക്റ്റാണ് ഇത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. റോസ്മേരിയൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടുമേ, അല്ലെങ്കിൽ ആമസോൺ വഴി കിട്ടും. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ റോസ്മേരി നമുക്ക് ആമസോണിൽ നിന്നും അല്ലെ നല്ല സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ ഇത് കിട്ടുന്നതാണ്. ഇതൊരു 3 ടേബിൾ സ്പൂൺ നമുക്ക് ഇതുപോലൊരു പാനിലോട്ടിടണേ. 3 ടേബിൾ സ്പൂൺ റോസ്മേരി ഡ്രൈ ആയിട്ടുള്ളതാണിത്. ഇതിങ്ങനെ പാക്കറ്റ് വരുന്നതാണ്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ഇടണം. മുഴുവനെയുള്ള പൊടിക്കാത്ത ഉലുവ. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇടണേ. അത് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ഇതുണ്ടോ, ചെറിയൊരു പീസ്. ഇതൊന്ന് ചതച്ചിടാം. ആദ്യം ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് വാഷ് ചെയ്തിട്ടാണ് ബാക്കി ചെയ്യേണ്ടത്. ഈ റോസ്മേരിയും ഉലുവയും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തത് ഇതുപോലത്തെ ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ പാനിലോട്ട് മാറ്റേണ്ടത്. അത് ഈ ചെറിയൊരു പീസില്ലേ, ആ ഇഞ്ചി ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചു. കണ്ടോ, ഒരുപാടല്ല, ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് അതും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കണേ. ഇതുപോലെ വലിയൊരു കപ്പിന് 1 കപ്പ് വെള്ളം നമ്മളിതിനകത്ത് ചേർത്ത് കൊടുക്കും. ഇത് 2 രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ചിലർ ഇതുപോലെ വാഷ് ചെയ്ത് ഇതുപോലെ വെള്ളം ഒഴിച്ച് ഒരു ദിവസം വെച്ചിട്ട് പിറ്റേന്ന് നമ്മളിത് നന്നായിട്ട് തിളപ്പിച്ച് ഒരു 1/2 കപ്പാക്കി എടുക്കാറുണ്ട്. ഞാനിവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതാദ്യം തന്നെ അങ്ങോട്ട് ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേന് സിമ്മിലാക്കണം. എന്നിട്ട് ഇതൊരു 1/2 കപ്പ് ആകുന്നിടം വരെ ആ സിമ്മിൽ കിടന്ന് ഇതിൻ്റെ ഗുണങ്ങൾ മുഴുവന് ഈ വെള്ളത്തിൽ ഇറങ്ങും. എന്നിട്ട് ഞാനത് ഒരു ദിവസം വെച്ചേക്കും. ഒരു ഫുൾ നൈറ്റ് ഞാൻ വെച്ചിട്ട് പിറ്റേന്ന് അത് എടുത്ത് അരിച്ചൊഴിച്ച് ഒരു സ്പ്രേ കുപ്പിയിലാക്കി, അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ രാവിലെയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇത് അരിച്ച് ഒരു സ്പ്രേ കുപ്പിയിലോട്ടാക്കും. അത് എന്നിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. എല്ലാ ദിവസവും ഇത് കുറേശ്ശെ ഇങ്ങനെ തലയോട്ടിയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു 3 ആഴ്ച നമ്മളങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരാഴ്ച ഇത് തേക്കാതെ വെച്ചേക്കണേ. കാരണം കണ്ടിന്യൂസ് ഇത് മാത്രം ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കരുത്. ഞാനിത് ഉപയോഗിച്ച് എനിക്ക് ശരിക്കും പറഞ്ഞാൽ 2ാമത് മുടി നന്നായിട്ട് കിളിച്ച് വരുന്നുണ്ട്. ആ നല്ല അനുഭവത്തിൽ നിന്നാണ് ഇത് ഞാൻ പറയുന്നത്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നതാണ്. ഫ്രണ്ടിന് ഇതിനോടൊപ്പം ഞാൻ താങ്ക്സ് പറയുന്നു. എൻ്റെ മുടിയൊക്കെ കിളിച്ച് തുടങ്ങി. അതുകൊണ്ടാണ്, അത്ര ഉറപ്പുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നല്ല ഫ്ലെയിമിൽ വെക്കണം ആദ്യം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ സിമ്മിലേക്ക് മാറ്റിയേക്കണം. നമ്മൾ ഒരു വലിയ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് 1/2 ആകുന്നിടം വരെ അതിപ്പോൾ ഇതൊക്കെ സ്ലോ ആയിട്ട് അതിൻ്റെ ആ ഗുണങ്ങൾ മുഴുവൻ ആ വെള്ളത്തിലാകും. അതിനായിട്ടാണ് നമ്മൾ സിമ്മി വെച്ചേക്കുന്നത്. ഇനി ഞാൻ കറക്റ്റ് സമയം ഞാൻ പറയാം, എത്ര മിനിറ്റ് ഞാൻ വെച്ചെന്ന്. നമ്മളിപ്പോൾ ഇത് സിമ്മി വെച്ച് തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരു 20 മിനിറ്റായേ. ഇപ്പോൾ ഏതാണ്ട് ഒരു 1/2 കപ്പോളം ആയിട്ടുണ്ട്. ഇനി നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുവേ. ഇനി ഇത് ഞാൻ വൈകുന്നേരം അരിച്ച് സ്പ്രേ കുപ്പിയിലാക്കുന്നത് കാണിച്ചു തരാം. അത്രയും നേരം ഞാൻ ഇതേ തന്നെ വെച്ചേക്കും കേട്ടോ. രാവിലെ നമ്മൾ റോസ്മേരി വാട്ടർ ഉണ്ടാക്കാനായിട്ട് വെച്ചെല്ലാം തയ്യാറാക്കി നമ്മൾ വെച്ചിരുന്നു. ഇപ്പം എന്താണ്ട് ഇത് കണ്ടോ, ഒരു 1/2 കപ്പായി. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതുപോലൊരു അരിപ്പ ഉപയോഗിച്ച് നമ്മളിത് അരിച്ച് ഈ കപ്പിലേക്ക് മാറ്റിയേക്കുവാണേ. അതിൻ്റെ കൊന്ത് കണ്ടോ, റോസ്മേരിയും ആ ഉലുവയും എല്ലാം കൊണ്ടുള്ള ആ ഒരു കൊന്താണ് ഇത് കേട്ടോ. ഇത് നമ്മളങ്ങ് കളയും. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്നാലും ഒന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുക, ഇതെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഒരു സ്പ്രേ കുപ്പി ഞാൻ കാണിക്കാം. അതിനകത്തോട്ട് ഒഴിച്ചിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കണേ. സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് ഈ വാട്ടർ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് കുറേശ്ശെ മുടി ഇങ്ങനെ വകഞ്ഞിട്ട് നന്നായിട്ട്
സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ കൈകൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്യണം. ഒരു 10 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഇത് കുളിച്ചതിന് ശേഷം ഉപയോഗിക്കാനും നല്ലതാണ്, ഓയിലല്ലല്ലോ. അപ്പം നല്ലപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചങ്ങ് വെച്ചാൽ മതിയേ. എന്നിട്ട് പിറ്റേന്ന് രാവിലെ കഴുകി കളഞ്ഞാലും മതി. മുടി പൊഴിച്ചിലിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. താങ്ക്